യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനാണ്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കുന്നു, ദൈവം എന്നെ തള്ളിക്കളയുന്നു, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? നമ്മൾ ദൈവത്തിൻ്റെ പേര് അനുസരണക്കേട് കാണിക്കുന്നുണ്ടല്ലേ. ദൈവവചനം എന്താ പറയുന്നത്? ജർമ്മിയുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം എന്ന് പറഞ്ഞാൽ, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവം അത് പുറത്തുവിട്ടിട്ടില്ല, ദൈവത്തിൻ്റെ മനസ്സിലിരിക്കണേ. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത്രയും വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. ജർമ്മിയ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. എപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെല്ലുന്നത്? നമുക്ക് കഷ്ടതകളും ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം വരുമ്പോൾ. പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ പോലെ ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നമ്മൾ പലപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ നല്ല അന്വേഷിക്കുന്നത്. നമ്മുടെ കാര്യം കാണാം. നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുടെയും നമ്മളുടെ രീതിയിൽ ജീവിക്കുന്ന ആ ജീവിതത്തിൽ വരുന്ന വീഴ്ചകളുടെയും അവസ്ഥ വരുമ്പോൾ, അത് കാഠിന്യമാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവത്തെ അന്വേഷിക്കും, അല്ലേ? അല്ലാതെ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ദുരിതവും കഷ്ടപ്പാടും ദാരിദ്ര്യവും തരത്തില്ല. നമ്മുടെ പദ്ധതി, ദൈവം പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഇല്ലേ എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് പുറത്ത് വിടാത്ത കാര്യം പുറത്ത് വിട്ടാൽ അത് പിശാച് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ദൈവം അത് പുറത്ത് വിടാത്തത്. അതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. ആ പദ്ധതി പൂർത്തിയാകണം. അതിനകത്ത് ചിലപ്പോൾ ചിലർ വേദനയോ ദുരിതങ്ങളോ കഷ്ടപ്പാടോ രോഗങ്ങളോ തകർച്ചകളോ എല്ലാം അതിനകത്ത് വരാം. അതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് കാത്തു നിൽക്കാൻ നേരമില്ല. അതുതന്നെയല്ല, നമ്മൾക്ക് ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പോകാനും നമുക്കറിയത്തില്ല, നമ്മൾ കാത്തു നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പം ഉടൻ തന്നെ അല്ല, അത് സമയമനുസരിച്ച് ദൈവം ഒരു പദ്ധതി നമ്മളിൽ രൂപാന്തരപ്പെടുത്തും. പക്ഷെ നമ്മൾ നമ്മളുടേതായ പദ്ധതി രൂപാന്തരം ചെയ്യും. നമ്മളുടേതായ പദ്ധതി രൂപപ്പെടുത്തുമ്പോഴാണ് നമുക്ക് തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ മക്കളെക്കുറിച്ച് വേറെ ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല, ഞാനിത് ചെറിയൊരു വീഡിയോ ചെയ്യണേ. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കൊരു പദ്ധതിയുണ്ട്. നമ്മുടെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ശരിയല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ പദ്ധതി രൂപപ്പെടുത്തുക. അവനെ പഠിപ്പിക്കണം, അവനെ എഞ്ചിനീയറാക്കണം, ഡോക്ടറാക്കണം, അതാക്കണം, ഇതാക്കണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു പദ്ധതി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ഇതൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ അതല്ല നമ്മൾ നോക്കണം. നമ്മൾ അതിനപ്പുറം നമ്മളുടേതായ പദ്ധതിയിലാണ് നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ പദ്ധതികളുണ്ട്. എനിക്ക് ഇന്നതാകണം, അടുത്തുള്ള വീട്ടുകാരനേക്കാൾ വലിയതാവണം, അതിനേക്കാൾ വലിയ വീട് വയ്ക്കണം, അങ്ങനെ കുറേ പദ്ധതി നമ്മൾ രൂപപ്പെടുത്തും. അത് ദൈവത്തിൻ്റെതല്ല. അത് തകർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ശരിയല്ലേ? ഈ ഒരു മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ബൈബിൾ, പരിശുദ്ധ ബൈബിൾ. മനുഷ്യൻ്റെ എല്ലാ ജീവിതങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പക്ഷെ നമ്മൾ ആരും അതിനകത്തേക്ക് പോകത്തില്ല. നമുക്കത് കാത്തു നിൽക്കാൻ സമയമില്ല. നമ്മുടെ പദ്ധതി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുക. എങ്ങാടാ ഈ ഓടുന്ന മനുഷ്യൻ? എവിടം വരെ ഓടും? നിങ്ങൾ കാശ് കൊടുത്ത് നേടാവുന്ന കാര്യങ്ങളല്ല ദൈവിക പദ്ധതി. ദൈവം മനുഷ്യനെക്കുറിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി ഒരിക്കലും പൈസ കൊടുത്ത് നേടാവുന്ന കാര്യമല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വിചാരം എല്ലാം പൈസ കൊടുത്ത് നേടാവുന്നൊരു കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോയി പ്രാർത്ഥനയ്ക്ക് പോകാം. പൈസ അവർ ചോദിക്കുന്ന പൈസ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കും. എന്ത് കഷ്ടമാണ് നിങ്ങളീ കാണിക്കുന്നത്? ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ ലോകത്തിൻ്റെ അവസ്ഥ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിപ്പിക്കുന്നവരും എല്ലാം പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്.
അത് സാത്താനാണ് അവരെ നിയന്ത്രിക്കുന്നത്. സാത്താനാണ് അവരിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ആ കെണിയിൽ പെട്ടുപോകും. നമ്മൾ ആ കെണിയിൽ പെട്ടുപോവുക. ആ കെണിയിൽ പെട്ടിട്ട് കിടന്നുകൊണ്ട് അലന കൈയും കാലും ഇട്ട് അടിക്കുക. നോക്കി കടം വരുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല കടം വരുന്നത്. മനുഷ്യൻ്റെ പദ്ധതിയിലാണ് കടം വരുന്നത്. അവൻ്റെ സ്വസ്ഥത നശിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ആകെ തകർച്ച വരുന്നു. അവനാകെ തകർന്ന് തരിപ്പണമായി പോകുന്നു. എന്താ അവൻ്റെ പദ്ധതി? മനുഷ്യൻ്റെ പദ്ധതി മനുഷ്യൻ തന്നെ രൂപീകരിക്കുന്നു. നമ്മുടെ പദ്ധതി നമ്മൾ തന്നെ രൂപപ്പെടുത്തുന്നു. ശരിയല്ലേ? ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകാൻ കുറേ സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് കുറേ സാവകാശം വരും. അതൊന്നും നമുക്ക് നോക്കാൻ തരല്ല. നമ്മളാണ് ശരിക്കും പദ്ധതി നടപ്പാക്കുന്നത്. ദൈവത്തിന് അവിടെ റോളൊന്നുമില്ല. എന്നിട്ട് ഓടുക. ഈ പട്ടി തീ ചവിട്ടിമാരുടെ ഓടുക. എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ഓടണേ? എവിടെ പോകാൻ ഈ ഓടണേ? എന്ത് നേടാൻ നിങ്ങൾക്ക് ഈ ഓടുന്നത്? നിങ്ങൾ എന്തോരം പൈസയാണ് വലിച്ചെറിഞ്ഞ് കൊടുക്കണേ നിങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി? ആര് നടപ്പാക്കും? ഒരുവനും നടപ്പാക്കത്തില്ല. കള്ളത്തരത്തിൻ്റെ പൂർണ്ണതയാണ് ഇന്ന് ഈ ലോകം മുഴുവൻ. ദൈവത്തെ വിറ്റ് കാശാക്കുന്നു, യേശു ക്രിസ്തുവിനെ വിറ്റ് കാശാക്കുന്നു, ഇല്ലേ? യേശു ദർശനം കാണിച്ചു കൊടുക്കുന്നു, യേശു സംസാരിക്കുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാ? ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ, യേശു സംസാരിക്കണമെങ്കിൽ, യേശു പറയണമെങ്കിൽ അതിന് ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകണം. ആ വ്യക്തിയുടെ ജീവിതം ദൈവ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാത്തൊരു വ്യക്തിയായിരിക്കണം. ത്യാഗത്തിൻ്റെ വ്യക്തിയായിരിക്കണം. ദാനധർമ്മത്തിൻ്റെ വ്യക്തിയായിരിക്കണം. അല്ലാതെ ഒന്നും ഈശോ സംസാരിക്കുകയോ ഈശോ ദർശനം കാണിക്കുകയോ ചെയ്ത് ദർശനം കാണിക്കുന്നതും സംസാരിക്കുന്നു പറയുന്നതെല്ലാം പിശാചിൻ്റെ ഇതാണ്, ഇല്ലേ? അവൻ യേശുയോട് പറഞ്ഞില്ലേ, നീ എന്നൊന്ന് വണങ്ങിയാൽ മാത്രം മതി, ഈ കാണുന്ന ലോകം മുഴുവൻ തന്നെ ഞാൻ നിനക്ക് തരാം. അതല്ലേ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം. ഇന്ന് അതല്ലേ നടക്കുന്നത്. എൻ്റെ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ പച്ചയായിട്ട് ഞാൻ പറയാം, എൻ്റെ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഓടല്ലേ? നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയില്ലേ? ശാപത്തിലേക്ക് കൊണ്ടുപോകല്ലേ? ദൈവശാപത്തിലേക്ക് കൊണ്ടുപോകല്ലേ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വചനം പറഞ്ഞില്ലേ, യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതല്ലേ ആവശ്യം, അതല്ലേ വേണ്ടത്. അല്ലാതെ ഓട്ടോ എവിടെ ഓടുന്നേ? ആരെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ? ഒരാൾ നിങ്ങൾ രക്ഷപ്പെടുത്തില്ല. മാതാവ് സംസാരിച്ചു, മാതാവ് പ്രത്യക്ഷപ്പെട്ടു. നാണമാകില്ലേ നിങ്ങൾക്കിത് പറയാൻ? ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കാൻ നിങ്ങൾക്ക് നാണമാകില്ലേ? യേശു ക്രിസ്തുവിനല്ലാതെ വേറൊരു ശക്തിയെ നിങ്ങൾ പുറകെ പോകാൻ പാടെന്ന് പറഞ്ഞില്ലേ? യേശു ക്രിസ്തു അല്ലേ എല്ലാം. അതിനപ്പുറം മാതാവ് സംസാരിച്ചു, മാതാവ് പറഞ്ഞു, മാതാവിൻ്റെ എൻ്റെ പൊന്നെ, അത് നടക്കാത്ത കാര്യമാണ്. ഈ ലോകത്ത് ഒരിക്കലും നടക്കത്തില്ല. മാതാവിൻ്റെ ദൗത്യം യേശുവിനെ പ്രസവിക്കുക, യേശുവിനെ വളർത്തുക, യേശുവിൻ്റെ മരണം ദർശിക്കുക. അത് കഴിയുമ്പോൾ മാതാവിൻ്റെ ദൗത്യം കഴിഞ്ഞ് വിട്ടു പോവുക. പിന്നെ മാതാവിന് വേറെ റോളില്ല. നിങ്ങൾ ഞാൻ സഭയ്ക്കെതിരൊന്നുമല്ല. ഞാൻ സഭയ്ക്കെതിരോ സഭയെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇനിയും അവസാന ദിവസമാണ്, ഇത് അവസാന സമയമാണ്, അവസാന മണിക്കൂറാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസാന മണിക്കൂറാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാമെങ്കിൽ, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം പാടെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യേശുവിൻ്റെ വഴിയെ കടന്നു പോവുക. പരിശുദ്ധ ബൈബിളിനെ സ്വീകരിക്കുക. സഭ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സഭയെ തള്ളിക്കളയാനും ഞാൻ പറയുന്നില്ല. സഭയുണ്ടാകണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇടവകയിൽ ഒരു ദേവാലയമുണ്ട്. നിങ്ങൾ ആ ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെയുണ്ട് യേശു ക്രിസ്തു. അവിടെ യേശു ക്രിസ്തുവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ഓരോ ഇടവചനത്തിനും വേണ്ടി വെച്ചിരിക്കുന്ന തൂങ്ങപ്പെട്ട രൂപമുണ്ട്. നിങ്ങൾ ആ തൂങ്ങപ്പെട്ട രൂപത്തിന് മുമ്പിൽ ചെന്ന് കണ്ണീരോടെ, ഒച്ചയില്ലാതെ, ഹൃദയത്തിൽ സംസാരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ട. നിങ്ങൾ ആ കണ്ണുനീരൊന്ന് കാണിച്ചു കൊടുത്താൽ ആ യേശു ക്രിസ്തുവിന്, അത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഇനി പറ്റില്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഒരു ഇടവക വികാരിയുണ്ട്. നിങ്ങൾ ആ വികാരിയച്ഛൻ്റെ ആശ്രയം തേടുക. ആ വികാരിയച്ഛനോട് നിങ്ങൾ പറയുക, പങ്കുവയ്ക്കുക. ആ വികാരിയച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വിളിച്ച് പ്രാർത്ഥിക്കും. അതിനാണ് ആ വികാരിയച്ഛൻ വന്നിരിക്കണേ.
അല്ലാതെ കണ്ട സ്ഥലങ്ങളിൽ ഓടിപ്പോകാനും ജനം കൂടുന്നിടത്ത് പോയി കൈയടിച്ച് പാട്ട് പാടാനും ഉള്ള പൈസ കൊണ്ടിട്ട് ഒരു പൈസ കൊടുക്കരുത്. ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ ശാപത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊക്കെ പറയുന്നുണ്ട്, പലരും പറയുന്നത് എനിക്ക് മാതാവ് അവിടെ ഇപ്പം മാതാവ് ഇത് തന്നു, ഈ ജോലി തന്നു, കല്യാണം നടത്തി, കടം വീട്ടി. ഇല്ല മാഷേ, ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ശാശ്വതമാകത്തില്ല. ഒരു ചെറിയ അതിനേക്കാൾ വലിയ അപകടം നിങ്ങൾക്ക് വരാൻ പോവുക. നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഒരു യേശു ക്രിസ്തു അല്ലാതെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സഹായം ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല, നിലനിർത്തത്തില്ല. അതൊക്കെ സാത്താൻ്റെയാണ്. നിങ്ങളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൂ. നിങ്ങളുടെ മക്കളുടെ വിവാഹം എവിടെയെങ്കിലും പോയി ഇതുപോലെ കാശ് കൊടുത്ത് പ്രാർത്ഥിച്ച സ്ഥലങ്ങളിൽ പോയി നടത്തിയാൽ ആ വിവാഹം നിലനിൽക്കത്തില്ല, ആ വിവാഹം തകർന്നു പോകും. നിങ്ങളുടെ കടം എവിടെയെങ്കിലും പോയി വീട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാത്താൻ ചെയ്തു തന്നെ, അതൊരിക്കലും നിലനിൽക്കത്തില്ല. അതിനേക്കാൾ വലിയ കടത്തിലേക്ക് പോകും. രോഗം അതിനേക്കാൾ വലിയ രോഗത്തിലേക്ക് മാറി പോകും. കാരണം ഇത് ദൈവികമല്ല, ഇത് സാത്താൻ്റേതാണ്, ഇത് പൈശാചികമാണ്. നിങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ എവിടെ പോകാൻ ഈ നിൽക്കണേ? നിങ്ങൾ എങ്ങോട്ട് ഓടാനേ ഈ നിൽക്കണേ? എന്നിട്ട് സ്വർഗത്തിൽ പോകണം. ഏത് സ്വർഗത്തിലാണ് നിങ്ങൾ പോകാൻ പോണേ? രാവിലെ എഴുന്നേറ്റ് പള്ളി പോകും ഇല്ലേ? രാവിലെ എഴുന്നേറ്റ് പള്ളി പോവുക. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണഞ്ഞാണെങ്കിലും തണുപ്പാണെങ്കിലും വെള്ളിയിൽ വിട്ടു പോവുക പള്ളിയിലേക്ക്. എഴുതനാ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആ ശാപം, അതിനേക്കാൾ വലിയ ശാപം നിങ്ങൾക്ക് വന്ന് കയറാൻ പോണേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതെല്ലാം വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിറകെ നിങ്ങൾ പോവുക. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശുവിൻ്റെ വഴിയെ പോകും. അപ്പോൾ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. ദൈവം വേറൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ 1:12 പറഞ്ഞു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങൾ ഇന്നേ വരെ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി, ഇന്നേ വരെ ചെയ്ത തെറ്റുകളെ മാറ്റിമറിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെള്ളയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കണേ? ഇതിൽ കൂടുതൽ എന്താ ദൈവം നിങ്ങളോട് പറയണേ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ, നിങ്ങൾ എന്ത് പാപം നിങ്ങൾ ചെയ്തോ, അതെല്ലാം മാറ്റി, നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും മാറ്റി നമുക്ക് രമ്യതപ്പെടാമെന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? ദൈവം, സൃഷ്ടികർത്താവായ ദൈവമാണ് പറഞ്ഞത്. ആ ദൈവത്തെ വിട്ടുകൊണ്ടല്ലേ, ആ ദൈവത്തിലുള്ള കളി മാറ്റിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ ഓട്ടം ഓടുന്നത്. നിങ്ങളുടേതായ പദ്ധതികൾ നിങ്ങൾ രൂപപ്പെടുത്തുന്നത്. ശരിയല്ലേ? അല്ലേ? രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. അവിടെ ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു ക്ലോസ് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുസരിക്കാൻ തയ്യാറാണ്, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഇത് അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐശ്വര്യം ആസ്വദിക്കാം. ഇല്ലേ? സന്നദ്ധെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ആരെങ്കിലും അനുസരിക്കാറുണ്ടോ? ആരെങ്കിലും ഈ ദൈവവചനം അനുസരിച്ചിട്ടുണ്ടോ? ഈ ദൈവവചനം അനുസരിച്ചിട്ടുണ്ടോ? ഈ കണ്ടവൻ്റെ പുറകെ ഓടി കാല് നക്കി കാശ് കൊടുത്ത് ഒരു നേരത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യന് നിങ്ങളൊരു 100 രൂപ കൊടുത്തിട്ടാണ് ഈ ഓട്ടം ഓടണമെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. കൊണ്ടേ കൊടുക്കുക, കെട്ടുകണക്കിന് കൊണ്ടേ കൊടുക്കുക. കള്ള ദർശനക്കാർക്ക്, കള്ള പ്രാർത്ഥനക്കാർക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഒരു സ്ഥലത്തും പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വികാരിയച്ഛൻ്റെ അടുത്ത് ചെല്ലുക. ഈ വികാരിയച്ഛനും ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള വൈദികരും എല്ലാം ഒരേ ഇത് പഠിക്കുന്നതാണ്, ഒരേ കർമ്മം പഠിക്കുന്നതാണ്, ഒരേ തിയോളജി പഠിക്കുന്നവരാണ്, ഒരേ പ്രാർത്ഥന പഠിക്കുന്നവരാണ്. ഇവർക്കെല്ലാവർക്കും ഒരേ കൃപയാണുള്ളത്. ആ കൃപയെ കാണാതെ, നിങ്ങളുടെ വികാരിയച്ഛൻ്റെ മേലുള്ള കൃപയെ കാണാതെ നിങ്ങൾ അന്യൻ്റെ കൃപ തേടിപ്പോയാൽ നിങ്ങൾക്ക് നാശമാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ കെട്ടുകണക്കിനുള്ള പണം പാവപ്പെട്ടവന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിക്കോ, ഞാൻ പോട്ടെന്നും പറയത്തില്ല, നിങ്ങൾക്ക് അതേ അനുസരിക്കാൻ പറ്റി പോവുക. 10 രൂപയും കൊടുത്ത് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കരുത്. വിധവയുടെ കാണിക്കുകയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. വിധവയുടെ ചില്ലിക്കാശിനാണ് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളൂ. 10 രൂപയെ കൂടുതൽ 1 രൂപ പോലും നിങ്ങൾ ഒരു സ്ഥലത്ത് നേർച്ചയിടരുത്.
ഒരു സ്ഥലത്തും കൊടുക്കരുത്. പൈസ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവികമല്ല സഹോദരങ്ങളെ, അത് പൈശാചികമാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മക്കൾ തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരെ എന്നെ വിളിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ല, മക്കൾ തലതിരിഞ്ഞു പോയി, ഭർത്താവ് മദ്യത്തിൻ്റെ അടിമയായി, കുടുംബത്തിൽ സമാധാനമില്ല. എന്താ കാരണം? ഇന്ന് നേരം എടുത്ത് 4ാമത്തെ ആളാണ് എന്നെ വിളിക്കുന്നത്, ഈ മക്കളുടെയും കുടുംബത്തിൻ്റെയും തകർച്ചയെ ഓർത്ത്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ദൈവവചനം നിങ്ങൾ പൂർത്തിയാക്കണം, ദൈവവചനങ്ങൾ അനുസരിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ദൈവമാണ് നടപ്പാക്കേണ്ടത്, ദൈവമാണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി രൂപപ്പെടുത്തേണ്ടത്. നിങ്ങളല്ല നിങ്ങളുടെ പദ്ധതി രൂപപ്പെടുന്നത്. നിങ്ങൾ രൂപപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ തകർന്നു പോകുന്നത്. നിങ്ങളുടെ പദ്ധതി രൂപപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് കള്ളുണിയായി പോകുന്നത്. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും കെണിയിൽ പോയി ചാടും. അങ്ങനെയാണ് നാശം സംഭവിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കെണികളിലേക്ക് പോയി ചാടാതെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന യോഹന്നാൻ സുവിശേഷം പറയുന്നു. ആ സത്യം നിങ്ങൾ തിരിച്ചറിയും. ഈ 2 വചനത്തിലൂടെ നിങ്ങൾ ഈ നിങ്ങളുടെ ജീവിതത്തിലെ സത്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ പറയത്തില്ല. മനസ്സിലല്ലേ? കണ്ട ഏത് പോസ്റ്റ് കണ്ടാലും എല്ലാം ആമീൻ 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 എന്ത് ഇതിൻ്റെ അർത്ഥം? എന്തുദ്ദേശം ഈ ആമീൻ വിളിച്ച് പറയണേ? എനിക്ക് അതാ മനസ്സിലാകാത്തത്. വെറുതെ അങ്ങോട്ട് ആമീൻ 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 പറഞ്ഞിട്ട് വെച്ച് കാച്ചു കൊടുക്കുക. ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ പുറകെ പോകേണ്ട, ക്രിസ്തുവിനെ അനുകരിക്കേണ്ട ക്രിസ്ത്യാനിയാണ് ഈ പറഞ്ഞു നടക്കണേ. നാണമാകില്ലേ ഇനിയെങ്കിലും ഈ നാശത്തിൽ നിന്ന്, ഈ പടുകുഴിയിൽ നിന്നും, ഈ സാത്താൻ്റെ പടുകുഴിയിൽ നിന്നും, ഈ സാത്താൻ്റെ കാഷ്ടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ ഈ ദിവസവും ഈ കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലേ, എന്തോരം പൈസ കിട്ടണേ, എന്തോരം പൈസ നിങ്ങളുടെ കുടുംബത്തിൽ വരുമാനം. 1 രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുക്കുകയില്ല. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി ദൈവത്തിന് വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് ഈശോയുടെ വചനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ രക്ഷിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.